എനിക്ക് അവളെ ഇഷ്ടമാണ്. ഞാൻ അവളെ നിങ്ങളുടെ സമ്മതമില്ലാതെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അവളെ എനിക്ക് വിവാഹം ചെയ്ത് തന്നില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ വേറെ ഒരു പെണ്ണുണ്ടാവില്ല. റാഫി അവന്റെ തീരുമാനം അവന്റെ വീട്ടുകാരുടെ മുന്നിൽ കടുപ്പിച്ചു. ഉപ്പയുടെയും റാഫിയുടെയും വാശിയുടെ ഇടയിൽ റാഫിയുടെ ഉമ്മ ഒരുപാട് വേദനിച്ചു. മാസങ്ങൾ കടന്നുപോയി. റാഫിയുടെ വീട്ടിൽ നിന്നും ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആയിഷയുടെ വീട്ടുകാർ അവൾക്ക് വേറെ വിവാഹ ആലോചനകൾ അന്വേഷിച്ചു തുടങ്ങി. അവളെ കാണാൻ അവൾ പഠിക്കുന്ന കോളേജിലേക്ക് ഒരു ചെറുപ്പക്കാരൻ ആയിഷയെ കാണാൻ വന്നു. ഇതറിഞ്ഞ റാഫി അവന്റെ വീട്ടിൽ ബഹളം വെച്ചു. പക്ഷെ അവന്റെ ഉപ്പ ഒരു തരി പോലും വിട്ടുവീഴ്ച നടത്തിയില്ല. എന്റെ ആഗ്രഹത്തിന് വില വെക്കാത്ത ഈ വീട്ടിൽ ഇനി ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് റാഫി വീട് വിട്ടിറങ്ങി. റാഫിയുടെ ഉമ്മ സങ്കടം താങ്ങാൻ വയ്യാതെ കരഞ്ഞ അവശയായി. റാഫിയുടെ അമ്മാവന്മാരും സുഹൃത്തുക്കളും ചേർന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും അവനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. റാഫിയുടെ ഉമ്മയുടെ സങ്കടം സഹിക്കാതെ ഉമ്മയുടെ ഉപ്പ റാഫിയുടെ ഉപ്പയോട് പറഞ്ഞു, നീ ഇനി വാശി പിടിക്കുന്നു മുജീബെ. എന്റെ മോൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചോളാം. നീ ഒന്ന് സമ്മതിക്ക്. ഭാര്യയുടെ പിതാവിന്റെ വാക്കുകൾ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചു. ഒടുക്കം റാഫിയുടെ ഉപ്പ പറഞ്ഞു, ശരി, ഞാനൊന്നും ഇനി എതിർത്ത് നിൽക്കുന്നില്ല. അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി ഉണർന്നു. റാഫി സന്തോഷം കൊണ്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എല്ലാവരും മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു. വിവാഹത്തിനായി തീയതി ഉറപ്പിച്ചു, ഡ്രസ് എടുത്തു, ആഭരണങ്ങൾ വാങ്ങി തുടങ്ങി. കല്യാണ ഒരുക്കങ്ങൾ ഭംഗിയായി നടന്നുകൊണ്ടേയിരുന്നു. മെയ് 6 റാഫിയും ആയിഷയും 10 വർഷമായി സ്വപ്നം കാണുന്ന അവരുടെ കല്യാണം വന്നെത്തി. അവരുടെ ആഗ്രഹം പോലെ തന്നെ രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അവർ ഒന്നിച്ചു. കളിയും ചിരിയും സന്തോഷവും നിറഞ്ഞ ദിനങ്ങൾ കടന്നുപോയി. 4 മാസം കഴിഞ്ഞപ്പോൾ ആയിഷ ഗർഭിണിയായി. റാഫിയും ആയിഷയും ഒരുപാട് സന്തോഷിച്ചു. നീ നോക്കിക്കോ, ഇതൊരു മോളായിരിക്കും നിന്നെ പോലെ, ആയിഷയോട് റാഫി പറഞ്ഞു. നമുക്ക് നോക്കാലോ, അവൾ അവനെ കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. ബിസിനസ്സുമായി റാഫി ഇന്തോനേഷ്യയിലായിരുന്നു. ഗർഭിണിയായിരിക്കെ റാഫിയെ പിരിയുന്നതിൽ ആയിഷക്ക് വളരെ സങ്കടം തോന്നി. നീ വിഷമിക്കേണ്ടവെന്നെ, നമ്മുടെ മാലക ഭൂമിയിലേക്ക് വരുമ്പോൾ നിന്റെ അരികിൽ ഞാനുണ്ടാകും, റാഫി ആയിഷയോട് പറഞ്ഞു. ദുഃഖവും പ്രതീക്ഷയും നിറഞ്ഞുകൊണ്ട് അവൾ അവനോട് തലയാട്ടി. റാഫി പറഞ്ഞ വാക്ക് അവൻ പാലിച്ചു. ആയിഷയുടെ പ്രസവം അടുക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ അവൻ നാട്ടിൽ തിരിച്ചെത്തി.